ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ആ ഓപ്പൺ ചെയ്ത ഗ്യാപ് ഡൗണിൻ്റെ ലോ ഉണ്ടല്ലോ, ആ ദിവസം ലോ അത് മെയിൻറ്റെയിൻ ചെയ്യുവാണ് എങ്കിൽ, ദാറ്റ് മീൻസ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഗ്യാപ് ഡൗൺ ആ ലോയുടെ അവിടെ സെല്ലേഴ്സിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് ആദ്യം സംഭവിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലത്തെ റീലിലും പറഞ്ഞിരുന്നു, ഫസ്റ്റ് 50 മിനിറ്റ്സിലെ പ്രൈസ് ആക്ഷനെ ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ലോ ക്രിയേറ്റഡ് ലോ ഇന്ന് തിരിച്ചു കയറാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ട്രംപ് ഇന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഇറാൻ ഡിസ്കഷന് വിളിക്കുന്നുണ്ട്, ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചത്? ഡേ ടൈം ഫ്രെയിമിൽ ഡേയിൽ ഇറാൻ പറഞ്ഞു, ഞങ്ങളങ്ങനെ ഇതുവരെ ട്രംപിനോടൊരു സമയം ചോദിച്ചിട്ടില്ല, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ എനി ഡിസ്കഷൻ. ആ ന്യൂസ് വന്നപ്പോഴത്തേക്കാണ് പുതിയ ലോ വീണ്ടും ക്രിയേറ്റ് ചെയ്തത്. ശരി, അതുവരെ പ്രൈസ് ആക്ഷൻ തിരിച്ചു കയറുന്ന പ്രൈസ് ആക്ഷൻ ആയിരുന്നു. പുതിയ ലോ ക്രിയേറ്റ് എങ്കിൽ പോലും ആ ലോ പിന്നെ ബ്രീച്ച് ചെയ്തില്ല, തിരിച്ച് വീണ്ടും കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൻ്റെ ഒരു കൺഫ്യൂഷൻ തീർച്ചയായും അത് ഹോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ കൺഫ്യൂഷൻ എപ്പോഴും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഏത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും? നമ്മൾ ഇന്നലെ രാത്രി US മാർക്കറ്റ് എടുത്താലും US മാർക്കറ്റ് എന്താ പറയുന്നത്, ഒരു വീക്ക്നെസ്സിലാണ് US മാർക്കറ്റ് വർക്ക് ചെയ്തത്. ശരിക്കും ഇന്നലെ പലത്തെ US ഫ്യൂച്ചേഴ്സ് എടുത്താലും ഫ്യൂച്ചേഴ്സും വീക്ക്നെസ്സിലാണ് വർക്ക് ചെയ്തത്. എക്രോസ് വേൾഡ് മാർക്കറ്റ് ഇന്നലെ കംപ്ലീറ്റ് വർക്ക് ചെയ്തത് നെഗറ്റീവിലാണ് വർക്ക് ചെയ്തത്. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ഗ്യാപ് ഡൗൺ വന്നാൽ പാനിക്കായിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത്. ഫസ്റ്റ് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോയെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, സെല്ലിങ്ങിനെ അബ്സർവ് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് ഇപ്പം റിവേഴ്സൽ വരുമെന്നല്ല ഞാൻ പറഞ്ഞത് ആ ദിവസത്തെ സെല്ലിങ്ങിനെ അബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു എന്താ പറയേണ്ട ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് പിന്നെ ലോ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആ ലെവലിൽ തിരിച്ചു കയറുന്ന ഒരു കാഴ്ച കാണുക എന്ന് വെച്ചാൽ അത് എവിടെയൊക്കെ സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് കാണിച്ചത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്, പല സ്റ്റോക്കുകളും തിരിച്ചു കയറി. ആദ്യത്തെ ഗ്യാപ്പിന് ശേഷം തിരിച്ച് വീണ്ടും റീഗെയിൻ ചെയ്തു. ധാരാളം സ്റ്റോക്കുകൾ റീഗെയിൻ ചെയ്ത സ്റ്റോക്കുകളുണ്ട് പല സെക്ടേഴ്സിലായിട്ട്. എനിവേ, ഇന്നത്തെ പ്രൈസ് ആക്ഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം മാർക്കറ്റ് അൺസർട്ടനിറ്റി വളരെ സ്ട്രോങ് ആണ്. നമ്മൾ വളരെ കാത്തിരിക്കുക, വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക.